الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സുദ്ധ തുടർന്നതുപോലെ വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവും സംരക്ഷകനും. അല്ലാഹു എന്നത് യഥാർത്ഥമായ ശരിയായ ആരാധ്യൻ എന്നുള്ളതാണ്. അവനാണ് ശരിക്കുള്ള ഇലാഹ്, ആരാധ്യൻ. അവനാണ് ശരിക്കുള്ള സൃഷ്ടാവ്, സംരക്ഷകൻ. ഈ പ്രപഞ്ചത്തിന്റെയും അതിലുള്ള സകലത്തിന്റെയും ഉടമസ്ഥൻ അവനാണ്. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് മനുഷ്യന്റെ പുരോഗതിയുടെയും അവരുടെ മോക്ഷത്തിന്റെയും മാർഗം. അല്ലാഹുവിനെ കുറിച്ച് അറിയുന്തോറും മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനവും ജീവിക്കാനുള്ള ധൈര്യവും സന്തോഷവും ഉണ്ടാവും. അല്ലാഹുവിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പരാജയങ്ങൾ സംഭവിക്കും. അവർ ഭീരുക്കളായി മാറും, ആശയറ്റവരായി തീരും, പ്രതീക്ഷയില്ലാത്ത, സമാധാനമില്ലാത്ത, കലുഷിതമായ മനസ്സിനുടമകളായി മാറും. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും മോക്ഷത്തിന്റെ സമാധാനത്തിന്റെ മാർഗം അല്ലാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. എല്ലാ അറിവിന്റെയും അടിസ്ഥാനം അതാണ്. എല്ലാ അറിവിന്റെയും പരിപൂർണതയും അതാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്.
അവനെ കുറിച്ചുള്ള അറിവിൽ അവൻ തന്നെ പറയുന്നു, ഫഅലം, നിങ്ങൾ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അറിയുക, തീർച്ചയായും അവരല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ആരാധ്യനായി മറ്റൊരും തന്നെ ഇല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും തന്റെ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, നിങ്ങൾ അവനല്ലാതെ മറ്റൊരാഹുമില്ല എന്നതാണ് ആദം അലൈഹിസ്സലാം മുതൽ ഖാതിമുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള മുഴുവൻ അംബിയാക്കളും അവരുടെ സമൂഹത്തിനോട് പറഞ്ഞത്. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ നന്മകളും മറ്റെല്ലാ സന്തോഷങ്ങളും പുരോഗതികളും അതിന്റെ കൂടെ വരും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബയ്യിനയിൽ നമ്മോട് പറയുന്നത്, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറൂ, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അഥവാ മുൻകഴിഞ്ഞ ഒരു സമൂഹത്തോടും കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. അല്ലാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നതല്ലാതെ അവരോടൊന്നും കൽപ്പിച്ചിട്ടില്ല. അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നാണ്. എങ്ങനെയാണ് അവനെ നിങ്ങൾ ആരാധിക്കേണ്ടത്, അവനെ ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മുഖ്ലിസീന, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യണം. യാതൊരു ഡിമാൻഡുകളുമില്ലാതെ, യാതൊരു തരത്തിലുള്ള നിബന്ധനകളും വെക്കാതെ സർവാത്മന അല്ലാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ്. ലഹുദ്ദീൻ, ദീന് അവനാക്കിക്കൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹു ആ ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, മുഖ്ലിസ് ആവണം എന്നാണ്. എങ്ങനെയാ മുഖ്ലിസ് ആവുക? അവരുടെ ഇബാദത്തിൽ, അവനെ കീഴ്പ്പെടുന്നതിൽ, അതിൽ എല്ലാത്തിനേക്കാളും എല്ലാവരെക്കാളും കൂടുതൽ അവനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹുവിനുള്ള സ്നേഹവും അവന്റെ ആരാധനകളും അവന്റെ കൽപ്പനകളും സ്വീകരിക്കുന്നതിലും വേറെ ഒന്നും തടസ്സമാകാതെ എല്ലാത്തിനേക്കാളും അത് ഇഷ്ടപ്പെടുക എന്നതാണ്. സൂറത്ത് തൗബയിൽ അല്ലാഹു നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. നബിയെ, അവരോട് പറയുക, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലു തറസ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർദൂനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. നബിയെ, അവരോട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാരെ കാണും, നിങ്ങളുടെ മക്കളെ കാണും, നിങ്ങളുടെ സഹോദരങ്ങളെ കാണും, നിങ്ങളുടെ ഇടകളെ കാണും, നിങ്ങളുടെ അടുത്ത ബന്ധങ്ങളെ കാണും, അതുപോലെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്ന ആ സമ്പത്തിനെ കാണും, അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ബിസിനസ് കച്ചവടങ്ങളെ കാണും, നിങ്ങളേറെ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകളെ കാണും. നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നില്ല എങ്കിൽ, അല്ലാഹുവിനെക്കാളും റസൂലിനെക്കാളും ഈ പറഞ്ഞതൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്നുണ്ട് എങ്കിൽ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക അല്ലാഹുവിന്റെ തീരുമാനം, അവന്റെ നടപടി വരുന്നത് വരെ എന്ന്. അപ്പോൾ അല്ലാഹുവിനോട് നമ്മോട് ആവശ്യപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കളെക്കാളും സഹോദരങ്ങളെക്കാളും കൊണ്ടുവരാൻ മാനുഷികമായി നമ്മുടെ എല്ലാ ബന്ധങ്ങളെക്കാളും അതെല്ലാം അല്ലാഹു എടുത്തെടുത്ത് പറയുകയാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധങ്ങൾ അല്ലാഹു എടുത്തു പറയുകയാണ്. മാതാപിതാക്കളെക്കാളും വലിയ ഒരു ബന്ധം ഈ ലോകത്തില്ല. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങളാണ്, അതുപോലെ സഹോദരിമാര്, അതുപോലെ നമ്മുടെ ഇണകൾ, അതുപോലെ നമ്മള് കഷ്ടപ്പെട്ടുണ്ടാകുന്ന സമ്പത്ത്, ജീവിതമാർഗമാകുന്ന തൊഴിലോ വ്യവസായങ്ങളോ ബിസിനസ്സോ, നാം വളരെ ഇഷ്ടപ്പെട്ടതോടുകൂടി ഉണ്ടാക്കിയ നമ്മുടെ വീട്,
ഇതൊന്നും തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമാകരുത് എന്നാണ്. ഇന്നിപ്പോ ആകെ തടസ്സം തന്നെയല്ലേ എല്ലാരും പറയുന്നത് എന്താണ്? ഒന്നുകിൽ മാതാപിതാക്കള് ഇല്ല, ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ കാരണവന്മാരൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് പറയുന്ന തടസ്സത. ഈ ഈമാനിക രംഗത്ത് തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോ പറയുന്ന മറുപടി അതാണ്. അതേപോലെ തന്നെ പലരും സഹോദരങ്ങൾക്ക്, തങ്ങളുടെ കുടുംബത്തിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈമാനിൽ നിന്ന് കാപട്യം കാണിക്കുന്ന ഇബാദത്തുകൾ മുടക്കുന്ന ആളുകള്, അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവിന്റെ പേരിൽ ദീനിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അള്ളാഹുവിന്റെ ഇബാദത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകള്, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തങ്ങളുടെ കച്ചവടത്തിനോ ബിസിനസിനോ തൊഴിലിനോ വേണ്ടിയിട്ട് അള്ളാഹുള്ള ആരാധനയും അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും വീഴ്ച വരുത്താറുണ്ട് മനുഷ്യർ. അതുകൊണ്ട് തന്നെ ആ റബ്ബ് പറഞ്ഞ അതിനേക്കാളെല്ലാം നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് ഇഷ്ടപ്പെടേണ്ടത് എന്ന്. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈമാനിൽ നിങ്ങൾ പുറത്തുപോയി പിന്നെ മുഅ്മിനാണെന്ന് വാദിക്കാൻ കഴിയില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിലേ അവർക്ക് ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ കഴിയും. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പടച്ച റബ്ബിൽ തവക്കൽ ചെയ്ത് നിലനിൽക്കാൻ കഴിയും. അല്ലാത്തവരൊക്കെ അതിൽ നിന്ന് വിട്ടുപോകും. അല്ലെ, പല പരീക്ഷകൾ അള്ളാഹു കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന സമയത്ത് അതിനേക്കാളൊക്കെ ഏറെ ഇഷ്ടം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആകണം. NRC വന്നു, അതുപോലെ അത് പിന്നെ ഒഴിവായി, പിന്നെ SIR വന്നു, ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മുഅ്മിനല്ലാത്ത ആളുകളൊക്കെ പലരുടെയും വർത്തമാനങ്ങളും പെരുമാറ്റങ്ങളും രീതികളൊക്കെ ഇസ്ലാമായി പോയല്ലോ, ഞങ്ങൾ പെട്ടല്ലോ എന്ന ചിന്തയിൽ ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവ സമൂഹത്തിന് ഇസ്ലാമികമായ അറിവുകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുകയാണ്. ഇസ്ലാമികമായ സംസ്കാരങ്ങളിൽ നിന്ന്, ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധതയിൽ നിന്ന് അവർ വിട്ടുനിൽക്കുകയാണ്. എല്ലാവരുമല്ല, എന്നാൽ ബഹുഭൂരിഭാഗം ആളുകളും ഇസ്ലാമിനെതിരെ ചീത്ത പറയുന്ന, ഇസ്ലാമിനെ വിമർശിക്ക് തള്ളിപ്പറയുന്നതിൽ ഇന്ന് കൂടുതൽ മുസ്ലിം യുവാക്കൾ അതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഒന്നുകിൽ അവരുടെ ഗ്രഹാന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകളുടെയൊക്കെ വിചാരം, ഇനിയിപ്പോ എന്തിനെങ്ങനെ തൗഹീദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഷിർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിർത്തിക്കൂടെ? ആൾക്കാർക്കൊക്കെ മനസ്സിലായി. എവിടെ മനസ്സിലായി? മുമ്പത്തേക്കാൾ കൂടുതൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഷിർക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹം കൂടുതൽ മുമ്പത്തേക്കാൾ കൂടുതൽ ഷിർക്കിലേക്കും ബിദ്അത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറത്തുള്ള കാര്യം പിന്നെ നമ്മൾ പറയാതിരിക്കുക വെച്ചോ, അതിനപ്പുറത്തേക്കാളാണ്. അപ്പോൾ നമ്മളെല്ലാം നിർത്തും. നമ്മൾ നിർത്തണമെങ്കിൽ ഇബ്ലീസിനൊരു അറ്റം വേണം. ഇബ്ലീസ് മരിക്കൂലല്ലോ. ഇബ്ലീസ് മരിക്കണമെങ്കിൽ നമുക്ക് നിർത്താം. ഇബ്ലീസ് മരണമല്ല, ഇബ്ലീസ് അവസാനത്തെ മനുഷ്യനെയും നരകത്തിലെത്തിച്ചേ ഞാൻ അടങ്ങൂ എന്നാണ് അവന്റെ വെല്ലുവിളി. അള്ളാഹുവോട് പറഞ്ഞതാണ്, അധികം ആളുകളെയും നിനക്ക് നന്ദിയുള്ളവരായി കണ്ടെത്താൻ കഴിയില്ല. നന്ദി കെട്ടവരായി ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും റബ്ബേ എന്ന് അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്ത വെല്ലുവിളിച്ചവനാണ് പിശാച്. അവന് അള്ളാഹു കൊടുത്ത മറുപടി, നിന്നെ അനുസരിക്കുന്നവർക്ക് ഞാൻ വേറെ ട്രീറ്റ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്കുള്ള സുഖവാസ കേന്ദ്രം, നരകം ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ബോധ്യമാകാനും മനസ്സിലാക്കാനുമുള്ള അറിവുകൾ ഞാൻ നൽകുന്നുണ്ട്. ആർക്കും മുഖ്ലിസീങ്ങളായ ആളുകളെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല. കാരണം അവരുടെ മനസ്സിൽ അവർക്ക് സർവ്വനേക്കാളും വലുത് അള്ളാഹുവാണ്. അത് വിട്ടുകൊണ്ടൊരു ബിസിനസ്സും ഇല്ല, ഒരു കുടുംബവും ഇല്ല, ഒരു ആഘോഷവും ഇല്ല, ഒരു ആചാരവുമില്ല. അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന ഒരു കാര്യവും ഒരു മുമ്പിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരെ ഇബ്ലീസിനെ പഠിപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വീടിന്റെ അന്തരീക്ഷങ്ങളിൽ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ മഹല്ലുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അവന്റെ തൗഹീദിന്റെ പ്രകാശം നാം പരത്തിക്കൊണ്ടേയിരിക്കണം. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനൊരു അവസാനമില്ല. ഖിയാമത്ത് നാൾ വരെ അതിങ്ങനെ ഏറ്റെടുത്ത് പോയിക്കൊണ്ടേയിരിക്കണം.
എങ്കിലേ ഈമാൻ നിലനിൽക്കുകയുള്ളൂ. അല്ലെ? ബന്ധങ്ങൾക്കും സമ്പത്തിനും അധികാരത്തിനും വേണ്ടി തൗഹീദിൽ അല്ലാഹുവിനുള്ള ഏകത്വത്തിൽ നാം വഞ്ചന കാണിച്ചാൽ, ഈമാനിൽ നാം വിട്ടുവീഴ്ച കാണിച്ചാൽ അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള അജ്ഞതയിലാണെന്ന ലോകം മുഴുവൻ, ലോകത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും അവയാണെന്ന് അറിയാത്തവരാണ്. അവയാരാണ്, അവരുടെ പവർ എന്താണ്, അവരും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാത്തവരാണ്. ആരാണ് യഥാർത്ഥ ഇലാഹെന്ന് അറിയാത്തവരാണ് ലോകത്തെ ബഹുഭൂരിഭാഗം ആളുകളും. അവർക്കത് എത്തിച്ചു കൊടുക്കാൻ ഒരു പിടി മുവഹ്ഹിദുകളായ ആളുകളുടെ ചുമതലയാണ്. അതാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന ദിവസത്തിൽ അല്ലാഹു റസൂലിനോട് പറഞ്ഞില്ലേ, ഹജ്ജത്തുൽ വിദാഇൽ വെച്ചുകൊണ്ട് അന്നുള്ള സകല സഹാബികളെയും മുന്നിൽ നിർത്തിയിട്ട് റസൂൽ വസിയത്ത് നൽകി, ഇവിടെ ഷാഹിദായിട്ടുള്ള ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം, വായുവായ ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, ഈ ഷാഹിദായ ആളുകൾ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളായ മുവഹ്ഹിദീങ്ങളായ ആളുകൾ അതെങ്ങനെ കൈമാറി കൈമാറി അന്ത്യദിനം വരെ അല്ലാഹുവിന്റെ അറിവിനെ, അല്ലാഹുവിന്റെ ദീനിനെ ഇങ്ങനെ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വിശ്രമമില്ല, അതിന് ഒഴിവില്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. അപ്പോഴേ ഈമാനിന്റെ നനവ് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലെ? നോക്കൂ, അല്ലാഹുവിനെ അപമാനിക്കുന്ന, അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുന്ന, അല്ലാഹുവിനെ ചീത്ത പറയുന്ന വാക്കുകളും വിശ്വാസങ്ങളും ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ മാസം അല്ലാഹു ഏറെ വെറുക്കുന്ന, അല്ലാഹുവിന്റെ അർശ് വെറുക്കുന്ന, അല്ലാഹു ഏറ്റവും കൂടുതൽ കോപിക്കുന്ന ആഘോഷങ്ങൾ നടക്കാൻ പോകുന്ന മാസമാണ്. എന്താണ്? അല്ലാഹുവിന് ഒരു പുത്രൻ ജനിച്ചു എന്ന്, അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചനാഥന് ഒരു സന്താനമുണ്ടായി എന്ന് കളവ് പറയുന്ന, അങ്ങനെ ആ ദിവസം ആഘോഷിക്കുന്ന ഒരു സന്ദർഭമാണ്, ഒരു മാസമാണ് ഈ മാസം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് പറഞ്ഞു തരികയാണ്. ഖുൽ നബിയേ പറഞ്ഞു കൊടുക്കുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും സുന്ദരമായ സൂക്തമാണ്. ആ സൂക്തം ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഖുൽ നബിയേ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു അവൻ ഏകനാണ് എന്നതാണ് വസ്തുത. അല്ലാഹു സമദ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത, ഒരു സഹായവും ഒരു പിന്തുണയും ഒരു തരത്തിലുള്ള സഹായവും ആവശ്യമില്ലാത്ത സ്വമതാണ് അല്ലാഹു. അനാസരനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ പിതാവുമല്ല പുത്രനുമല്ല, അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു കൊടുത്ത നബിയെ ലോകത്തിലുള്ള സകലമായ വിശ്വാസങ്ങൾക്കും അവിടെ അട്ടിമറിയിട്ടുകൊണ്ട് അതിന്റെ കടലിൽ മുറിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, ലം യലിദ് വലം യൂലദ്, അവൻ പിതാവുമല്ല പുത്രനുമല്ല. ഖാലത്തിൽ യഹൂദ് വന്നസ്വാറ, ഖാലത്തിൽ യഹൂദി ഉസൈർ ഇബ്നുല്ലാഹ്, യഹൂദികൾ പറയുന്നു ഉസൈർ നബി അല്ലാഹുവിന്റെ മകനാണെന്ന് പറയുന്നു യഹൂദികള്. വഖാലത്തിൽ നസ്വാറ മസീഹ് ഇബ്നുല്ലാഹ്, നസ്വാറാക്കൾ പറയുന്നു ഈസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന്. അതുകൊണ്ട് അതിന് അല്ലാഹു മറുപടി പറയുകയാണ്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടുമില്ല, അവൻ ജനിച്ചിട്ടുമില്ല. അല്ലാഹു പിതാവുമല്ല പുത്രനുമല്ല. അങ്ങനെ ഒരു പുത്രനെയോ ഒരു ഭാര്യയെയോ സ്വീകരിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ മഹത്വത്തിന്റെ, അല്ലാഹുവിന്റെ പവിത്രതയ്ക്ക് യോജിച്ചതുമില്ല എന്ന് പറയുന്നു. അവനെ പോലെ ഒരാളും തന്നെയില്ല. എല്ലാ അവതാര സങ്കല്പങ്ങൾക്കും എല്ലാ പുത്ര പിതാപിതൃ സങ്കല്പങ്ങൾക്കും എതിരായിക്കൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതെ, ഇത് നാം മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ്. അല്ലാഹു പിതാവല്ല പുത്രനുമല്ല, അവനെ പോലെ ആരുമില്ല. ഒരാൾക്കും മനുഷ്യനായി ജനിക്കുന്ന
അല്ലെങ്കിൽ മൃഗങ്ങളായി അവതാരമെടുക്കുന്ന പല സങ്കല്പങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. എന്നാൽ അള്ളാഹു തന്നെയാണ്. അവൻ മനുഷ്യ രൂപത്തിലോ മലക്കിന്റെ രൂപത്തിലോ ജിന്നിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ പക്ഷികളെയോ മൃഗത്തിന്റെയോ രൂപത്തിലോ അവന്റെ സൃഷ്ടികൾ ഒരാളുടെയും രൂപത്തിൽ അവൻ അവതരിക്കുകയില്ല. അതിന്റെ ആവശ്യമില്ല അള്ളാഹു കാര്യങ്ങൾ നടത്താൻ. അത് വികലമായ വിശ്വാസമാണെന്ന് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ഇത്തരം ആഘോഷങ്ങള് അതിൽ മനസ്സുകൊണ്ടെങ്കിലും അതിൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് മുശ്രിക്കാകുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരു നിലക്കും അത്തരം കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടമുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ സന്താനം ഉണ്ടായിരുന്നത് കേവലം ഒരു ആക്ഷേപം മാത്രമല്ല. അത് അള്ളാഹു പറയുകയാണ്, അവര് പറയുന്നു കാരുണ്യവാനായ നാഥന് ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അത് നിമിത്തം അത് പറയുന്നവരെ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ വലിയ ഒരു കുറ്റമാണ്. അല്ലാഹു പറയുകയാണ്, ആകാശം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന അത്രമാത്രം വലിയ ഒരു കുറ്റമാണ്. ഭൂമിയെ പിളർന്നു പോകുന്ന അല്ലെങ്കിൽ പർവ്വതങ്ങളങ്ങനെ പൊട്ടി തകർന്നു പോകുന്ന അത്രയും വലിയ മോശമായ ഒരു കാര്യമാണ്. അല്ലാഹു ഇതെല്ലാം നശിപ്പിക്കാൻ കാരണമാകുന്ന വലിയ ഒരു കാര്യമാണ് നിങ്ങളെ പറഞ്ഞിട്ടുള്ളത്. കാരുണ്യവാനായ നാഥനെ സന്താനത്തെ സ്വീകരിച്ചു എന്നുള്ളത് അത് അത്രയും വലിയ വിഷയമാണത്. കാരുണ്യവാനായ നാഥന് ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് അവന്റെ മഹത്വത്തിന് ഒരിക്കലും യോജിച്ചതല്ല. അതുകൊണ്ട് അങ്ങനെ ഇല്ലായത് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് സൂറത്ത് മറിയമിലൂടെ ആരുടെ പുത്രനാ? മറിയമിന്റെ പുത്രനാണ് ഈസാ അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പുത്രനല്ല. അള്ളാഹുവിന്റെ അപാരമായ കഴിവിനാൽ ഒരു പുരുഷ സാന്നിധ്യമില്ലാതെ അള്ളാഹു സൃഷ്ടിച്ച അത്ഭുതകരമായ ഒരു പിറവിയാണ് ഈസാ അലൈഹിസ്സലാം എന്നതിലുപരി ഒരിക്കലും അത് അള്ളാഹുവിന്റെ പുത്രനല്ല. അള്ളാഹു അങ്ങനെ സ്വീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആദർശപരമായ കാരണങ്ങളാൽ ഈ ഒരു ആഘോഷത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് സമുദായം. എന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ തിരുവോണങ്ങളിലൂടെ അല്ലെങ്കിൽ ഗ്രാമാന്തരങ്ങളെ നടന്നു കഴിഞ്ഞാൽ ഈ ദിവസത്തെ വരവേൽക്കാൻ വേണ്ടി അതിന്റെ വിശ്വാസികൾ ഒരുക്കുന്ന ആ ഒരുക്കങ്ങൾ മുസ്ലിം വീടുകളിലും മുസ്ലിം സ്ഥാപനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹു പൊറുക്കാത്ത മഹാപാപമാണത്. നിങ്ങൾ ബിസിനസിന് വേണ്ടിയാണെങ്കിലും മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണെങ്കിലും അങ്ങനെ ഒരു രീതി ഇസ്ലാം അനുവദിക്കുന്നില്ല. അള്ളാഹു ഉണ്ടാകുന്ന കാര്യമാണ്. അള്ളാഹു പൊറുക്കാത്തതാണ്. നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നവൻ അള്ളാഹുവാണ്. ബറക്കത്ത് തരുന്നവനാണ് അള്ളാഹുവാണ്. അള്ളാഹു ഒളിപ്പിക്കുന്ന ശിർക്കിന്റെ അടയാളങ്ങൾ വെച്ചിട്ടല്ല റബ്ബിനോട് നിങ്ങൾ ചോദിക്കേണ്ടത്. അള്ളാഹു ഒരിക്കലും അവരെ ഇഷ്ടപ്പെടുകയില്ല. അത് മഹാപാപമാണ്. ഇത് വിശ്വാസപരമായ നിലപാടാണ്. ഈ നിലപാടിനെ മാനിക്കുന്നത് മതേതര സമൂഹത്തിന്റെ സൗന്ദര്യമാണ്. അത് ഇതിൽ അപകർഷതാബോധം നമുക്ക് ആവശ്യമില്ല. അല്ലെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുമോ അല്ലെങ്കിൽ തീവ്രവാദി എന്ന് വിളിക്കുമോ എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഇസ്ലാമികമായിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഏകദൈവ വിശ്വാസമാണ്, ഏക ഇലാഹയുടെ വിശ്വാസമാണ്. അതിന് ഭംഗം വരുന്ന കാര്യങ്ങൾ ഇസ്ലാമിന്റെ പുറത്തുപോയി. അപ്പോൾ ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല തീവ്രവാദമോ വർഗീയതയോ അല്ല. മറ്റുള്ളവരുടെ ബഹുദൈവ വിശ്വാസത്തെ നമ്മള് എതിർക്കാറുള്ളത് പോലെ അല്ലെങ്കിൽ അതിനെ നമ്മള് അപമാനിക്കാറുള്ളത് പോലെ ഏകദൈവ വിശ്വാസം മാനിക്കൽ എല്ലാവരുടെയും ബാധ്യത തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നോക്കൂ, മാംസം കഴിക്കാത്ത ഒരാളെ മാംസം കഴിക്കില്ല, അത് നിഷിദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് ക്ഷണിച്ചിട്ട് നല്ല മാംസ വിഭവം ഉണ്ടാക്കി കൊണ്ടുപോയി അയാളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത് നിങ്ങൾ കഴിക്കണമെന്ന് പറയുക.
അപ്പോൾ അയാൾ പറയും, എനിക്ക് നിഷിദ്ധമാണ്, ഞാനത് കഴിക്കാറില്ല. നിങ്ങൾ വലിയ വർഗീയവാദിയാണല്ലേ, നിങ്ങൾ തീവ്രവാദിയാണല്ലേ, നിങ്ങൾ മാംസം കഴിക്കില്ല അല്ലേ എന്ന് പറയുന്നവൻ എത്രമാത്രം വിഡ്ഢിയാണ്. കാരണം അയാളെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അയാൾ സ്വതന്ത്രമാണ്, അയാൾക്ക് നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുന്നു. എന്നിരിക്കെ നീ ഇത് കഴിച്ചാലേ മതേതരവാദിയാകൂ എന്ന് ഒരു സസ്യബുക്കിനോട് ഒരു മാംസബുക്കാകാൻ പറഞ്ഞാൽ അത് എത്രമാത്രം, അതാണ് തീവ്രവാദം, അതാണ് ഭീകരവാദം. ഒരാളുടെ വിശ്വാസത്തെ നമ്മൾ അതല്ലാതെ ഇന്നലെ തന്നെ ചെയ്യണമെന്ന് പറയുക. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. അവന്റെ പിതാവോ പുത്രനോ അല്ല, അവരെ പോലെ ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ അവർ അല്ലാഹുവിന്റെ പുത്രൻ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ആഘോഷത്തിൽ പങ്കെടുത്തില്ല എന്നതുകൊണ്ട് എങ്ങനെ വർഗീയവാദിയാകും, എങ്ങനെ തീവ്രവാദിയാകും? അതുകൊണ്ട് ആ ചിന്ത ബുദ്ധിശൂന്യമാണ്, നമ്മുടെ ഈമാൻ പോയി പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരുടെ ഇഷ്ടത്തിന് വേണ്ടിയാണോ, എന്ത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എങ്കിലും അല്ലാഹുവിന്റെ ശാപവും കോപവും ഉണ്ടാകും. അവരുടെ സാമ്പത്തികമായി നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവുക. നമുക്കെന്നെ ധാരാളം ഉദാഹരണങ്ങളില്ലേ. ഇത്തരം ശുദ്ധൻ രീതിയിലൂടെ ആളുകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വലിയ മതേതരവാദിയാകാൻ ചമഞ്ഞ ആളുകളൊക്കെ ഇന്ന് എവിടെ, അവരുടെ സ്ഥാപനങ്ങൾ എവിടെ, അവരുടെ അവസ്ഥ എന്തായെന്ന്. അതുകൊണ്ട് അതെല്ലാം വിഡ്ഢിത്തരമാണ്, മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകൾ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്നാണ് ചില ആളുകൾ ചിന്തിക്കുന്നത്. ആളുകള് സത്യസന്ധമായി നാം നമ്മുടെ നിലപാട് ഉറച്ചുകൊണ്ടാൽ നമ്മെ സ്നേഹിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയില്ലേ, കഴിഞ്ഞ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആഘോഷവേളയിൽ ബ്രിട്ടൻ ടീം, ഇംഗ്ലണ്ട് ടീം ഷാമ്പയിൻ പൊട്ടിച്ചു, അത് ചീറ്റിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ടും ആഘോഷിക്കുമ്പോ ആ ടീമിലുണ്ടായത് 2 മുസ്ലിം ചെറുപ്പക്കാര്, മൊയ്ൻ അലിയും ആദിൽ റഷീദും. അവർ മുസ്ലിമായിട്ടാണ് ആ ടീമിൽ കളിച്ചത്. വിശ്വാസത്തിനോ അവരുടെ കളിച്ചിലോ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ചെറുപ്പക്കാർ ആഘോഷവേളയിൽ ആ ടീമിനെ അറിയാൻ അവരുടെ സ്വഭാവവും സംസ്കാരവും വിശ്വാസവും ഇവരെ ഒഴിവാക്കിക്കൊണ്ട് ഇവർക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അനുമതിയും സൗകര്യവും ചെയ്തു കൊടുത്തത് ലോകത്തിൽ ചർച്ചയായ വിഷയമാണ്. ആ ടീം ഒന്നടങ്കം കണ്ടുപിടിച്ചുകൊണ്ടും അതുപോലെ ശാന്തയും ചീറ്റിക്കൊണ്ടും ആഘോഷിക്കുമ്പോ ഈ മൊയ്ൻ അലിക്കും അതുപോലെ തന്നെ ആദിൽ റഷീദിനും അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരുടെ വിശ്വാസത്തെയും വ്യക്തിത്വത്തെയും ആദരിക്കുകയും ചെയ്യുന്ന ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇംഗ്ലണ്ട് പോലുള്ള രാജ്യത്തെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ പ്രദേശത്ത് ആകെ 2 ചെറുപ്പക്കാർ മാത്രമുണ്ടായിരുന്ന ടീമിൽ അവർക്ക് അങ്ങനെ വളരെ ബഹുമാനവും ആദരവും ആ ടീം കൊടുക്കുന്നതുകൊണ്ട് അവർ മുസ്ലിമായി നിലകൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് അവർ ആരും ഭീകരവാദി എന്ന് പറഞ്ഞില്ല. ആ 2 പേരെയും ആരും വർഗീയവാദിയെന്നോ സംസ്കാരമില്ലാത്തവരോ പരിഷ്കാരമില്ലാത്തവരോ പറഞ്ഞില്ല. ഇതേപോലെ മുസ്ലിമെ ജീവിതത്തിന്റെ ഏത് തുറയിലും സന്ദർഭത്തിലും ഞാനൊരു മുസ്ലിമാണ്, നല്ല വാക്ക് പറയുന്നവരാരാണോ ഏറ്റവും ഉത്തമമായ വാക്ക്? മനുഷ്യരെ, നിങ്ങളെ മുഴുവനും ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബിലേക്ക് സിദ്ധാവിലേക്ക് വരൂ എന്ന വർഗീയതയും വംശീയതയും ഇല്ലാത്ത തെളിവാർന്ന ആവശ്യത്തിന്റെ ഏകത്വത്തിന്റെ വാക്കുചരിക്കുന്നവരെക്കാൾ നന്മ വാക്ക് പറയുന്നവരാരാണുള്ളത്? ആ ഒരിക്കലനുസരിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ സൽക്കർമ്മങ്ങളെ പ്രവർത്തിച്ചു കാണിക്കുന്നവരെക്കാൾ മുസ്ലിമീൻ ഈ 2 കാര്യങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ സന്തോഷത്തോടെ ധൈര്യത്തോടെ ലോകത്തിലൂടെ പറയാൻ കഴിയുന്നവരെക്കാൾ ഉത്തമമായ വാക്ക് പറയുന്നവൻ ആരാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ ഞാനുണ്ടെന്ന് പറയാൻ കഴിയുന്നവൻ ആരാണോ അവനാണ് മുസ്ലിം. അവനുള്ളതാണ് സ്വർഗം, അവൻ്റെതാണ് ഈമാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം ശിർക്കൻ ആഘോഷങ്ങളുടെ ആചാരങ്ങളുടെ സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് വേറിട്ടുന്നത് കൊണ്ട് അവരെ പരിഹസിക്കാതെ അവരെ അപമാനിക്കാതെ ഞാൻ എന്റെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാനുള്ള ആർച്ചവും ഈമാനികമായ കരുത്ത് നമുക്കുണ്ടാവണം. അപ്പോഴാണ് അള്ളാഹ് നമ്മളെ സഹായിക്കുക, അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുക. അല്ലാതെ നമ്മൾ ഞങ്ങൾ 60 രാജ്യമുണ്ട്, 70 രാജ്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അതുണ്ട്, ഞങ്ങൾ ഇത്ര ആളുകളുടെ ഒന്നുമില്ല. ബലൂണ് കാറ്റുപോയ ബലൂണ് പോലെയാണ് ഈമാനില്ലാത്ത സമൂഹം. നിങ്ങൾ എത്രയുണ്ടായാലും എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായാലും തൗഹീദില്ല എങ്കിൽ
കാറ്റുപോയ ബലൂണ് പോലെ വേസ്റ്റാ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിം സമൂഹത്തിനോട്, ഞാനടക്കേണ്ട മുസ്ലിം സമൂഹത്തിനോട്, പരീക്ഷണങ്ങൾ വരുമ്പോ നമുക്ക് ഈമാൻ ഉറച്ചു നിൽക്കാനും അതുപോലെ ക്ഷമയും സഹനത്തോടുകൂടി നിലനിൽക്കാനും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുണയ്ക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി റബ്ബുനാ വയർദാ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ട് പരിപൂർണമായ മുസ്ലിമായിക്കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിട കൊള്ളണേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖികളായി മുസ്ലിങ്ങളായി മരിച്ചു പോകാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വന്നത് അള്ളാഹുവിന്റെ വിശ്വാസം നമുക്ക് അടിയുറച്ചതാവണം. അത് സമ്പത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആളുകളുടെ ഇഷ്ടത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ അതിൽ നമ്മുടെ വെള്ളം ചേർക്കാൻ പാടില്ല. അത് തനിമയാർന്ന തെളിമയാർന്ന ശുദ്ധമായ തൗഹീദായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. അതിലാണ് നമ്മുടെ രക്ഷയും നമ്മുടെ സമാധാനവും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ യഥാർത്ഥ യഖീനുള്ള വിശ്വാസികൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങൾ അവർക്ക് ആചരിക്കാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനെ അപമാനിക്കാതിരിക്കലുമാണ് മതസൗഹാർദ്ദം. അതല്ലാതെ നമ്മുടെ വിശ്വാസത്തിന് എതിരായ കാര്യങ്ങൾ അവരിൽ നിന്ന് കടമെടുക്കുകയും അവരുടെ കൂടെ കൂടിക്കൊണ്ട് അതിൽ പങ്കുകൊള്ളുകയും ചെയ്യുക എന്നുള്ളത് മതസൗഹാർദ്ദമല്ല. അപ്പൊ മതസൗഹാർദ്ദമാവുമല്ലോ. ഇസ്ലാം ആവട്ടെ മറ്റു മതങ്ങളാവട്ടെ എല്ലാം വ്യത്യസ്തമായി നിന്നാലല്ലേ മതസൗഹാർദ്ദമുള്ളൂ. എല്ലാവരും ഒരേ മതത്തിലേക്ക് തന്നെ പോകുന്നവരെങ്ങനെ മതസൗഹാർദ്ദമാവും? അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും രണ്ടും രണ്ടാണ്. മനുഷ്യനോട് എല്ലാവരും, എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദര സഹോദരികളാണ്. ആദം അലൈഹിസ്സലാമിനെയും ഹവ്വ അല്ലാഹുവിന്റെയും മക്കളാണ് എല്ലാവരും. അതുകൊണ്ട് അവരോട് ആ മാനുഷികമായ ബന്ധമുണ്ടാകണം. നമ്മള് അവർക്ക് സന്തോഷമുണ്ടെങ്കിൽ ആ സന്തോഷം നമ്മൾ പങ്കെടുക്കാം. അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കാം. അവർ നമ്മളെ വിരുന്ന് ക്ഷണിച്ചാൽ നമുക്ക് വിരുന്ന് കഴിക്കാം. അവരെ ഇങ്ങോട്ട് വിളിക്കാം. അവർ രോഗിയായ സന്ദർശിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാം. അവരുടെ വിജയത്തിൽ നമ്മൾക്ക് സന്തോഷിക്കാം. അവരുടെ ദുഃഖത്തിനും പരാജയത്തിനും അവരോട് നമ്മൾ സമാധാനപ്പെടുത്താം. അങ്ങനെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ ഉണ്ടാവേണ്ട എല്ലാ സൗഹാർദ്ദങ്ങളും സ്നേഹവും ഉണ്ടാവും. പക്ഷേ ആരാധനാപരമായ വിശ്വാസങ്ങളായ കാര്യത്തിൽ ഇസ്ലാമിന്റെ തെളിമയാൻ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ഏറ്റവും വലിയ മനുഷ്യവാദി, മനുഷ്യ സഹോദരൻ കാത്തു സൂക്ഷിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന ആ നാട്ടിൽ നബി വഫാത്താകുന്നവരെയും അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം അല്ലാത്ത മറ്റു മതവിഭാഗങ്ങൾ പ്രവാചകന്റെ നാട്ടിൽ പ്രവാചകന്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്നു. എന്നിട്ട് അവരോടെല്ലാം വളരെ മാന്യവും സൗഹാർദ്ദവുമായ നിലപാടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ പറഞ്ഞു, നിങ്ങൾ മുസ്ലിം അല്ലാത്ത നിങ്ങളുടെ നാട്ടിലുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ ഒരു അനീതി കാണിച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ആ കേസ് വരുമ്പോൾ ഞാൻ ആ മുസ്ലിം അല്ലാത്ത വ്യക്തിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വാദിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് ഇസ്ലാമിന്റെ മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുന്നത്. അതാ അത്രയും ഒരു മനുഷ്യ സ്നേഹിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. അതുകൊണ്ട് നമ്മുടെ ആരും മതേതരത്വം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും മനുഷ്യത്വം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പരിപൂർണമായ മതേതരത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പ്രതീകമായിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിയെ ഇഞ്ചോടിഞ്ച് പിൻപറ്റുന്ന നമുക്ക് ആ പ്രവാചകനുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹു കസീറാ. അല്ലാഹുവിൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അള്ളാഹു ധാരാളമായി ഓർക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ തലങ്ങളിലും ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട്
ഒരിക്കലും നമ്മുടെ ഈമാൻ നിലനിൽക്കുക എന്നുള്ളത് ഭീകരവാദമോ തീവ്രവാദമോ ആയി പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് ഇത്തരം രീതിയിലുള്ള അവർ ചെയ്യുന്ന അത്തരം ആളുകൾ ചെയ്യുന്ന പോലെയുള്ള അടയാളങ്ങൾ വീട്ടിൽ സ്ഥാപിക്കുകയോ ബിസിനസ് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയോ ചെയ്തുകൊണ്ട് അതിന് അള്ളാഹുവിന്റെ മകൻ പിറന്നു എന്ന അവരുടെ വിശ്വാസ ആഘോഷത്തിൽ നാം ഏതെങ്കിലും തരത്തിൽ നാം അതിന് സപ്പോർട്ട് നിന്നാൽ പടച്ചവന്റെ അഗാധമായ നരകക്കുണ്ടിലേക്ക് അവൻ താഴ്ത്തിക്കളയുമെന്ന ആ ഭയം നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഈമാനോടെ നിലകൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അസ്ലിനാ മിനൻ നാർ അല്ലാഹുമ്മ അസ്ലിനാ മിനൻ നാർ اللهم أجرنا من النار ولا تشبح القنا بالنار ولا تجعلنا من حطب النار وإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.